ദിവസവും ഓരോ വിഷയങ്ങളാണ് മുന്നണികൾ പ്രചാരണായുധാക്കുന്നത്. അതിൽ പ്രതിപക്ഷത്തിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആയുധാണ് ദേശീയപാതയിലെ തകർച്ച. നിങ്ങൾ ആരും വിചാരിക്കാത്ത ഒരു അപ്രതീക്ഷിത ക്യാപ്സ്യൂളുമായി രംഗത്തെത്തുന്നു ശ്രീ എ കെ ബാലൻ. ഏതാണ്ട് ഒരു ദുബൈ പോലെയല്ലേ? ഞാൻ ഇടയ്ക്ക് ദുബൈ പോയിരുന്നു. അവിടെയുള്ള റോഡ് കാണുമ്പോൾ നമ്മുടെ ഈ നാഷണൽ ഹൈവേ കാണുമ്പോഴും ഏതാണ്ട് അബുദാബിയിൽ നിന്ന് ദുബൈയിലേക്കും ദുബൈയിൽ നിന്ന് അബുദാബിയിലേക്കും വരുന്ന ആ റോഡ് പോലെയാണ്. ആർക്ക് സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ദുബായിലും അബുദാബിയിലും റോഡ് പോലത്തെ റോഡാണ് ഇവിടുത്തെ റോഡ്. അതെ അതെ അതെ, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. സ്വർഗ്ഗത്തിലോ ഇനി വേറെ ഒരു തുരുപ്പ് ചീട്ടുമില്ല. ഏറ്റവും നല്ലത് മുഖ്യമന്ത്രിൻ്റെ മകളുടെ ഭർത്താവിനെതിരായി. ആ കുട്ടിയാണെങ്കിൽ റിയാസ് തിളങ്ങി നിൽക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ. തിളങ്ങി നിൽക്കുന്ന ആ പിഞ്ചു കുഞ്ഞ് ഞങ്ങളുടെ കൊമ്രേഡ്സിന്റെ കണ്ണിലുണ്ടിയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പേരിൽ ഞങ്ങളുടെ റിയാസ് മോനെ ഒറ്റപ്പെടുത്താൻ ആരും വിചാരിക്കണ്ടേട്ടാ. പിഞ്ചു കുഞ്ഞാണല്ലേ ഈ പറയണതൊന്നും ഞങ്ങളുടെ അൻവറേട്ടൻ കേൾക്കണ്ടേട്ടോ. അറിയാലോ, മൂപ്പർക്ക് മുന്നും പിന്നും നോക്കാനില്ല, എല്ലാത്തിനും വലിച്ചു കീറി ഒട്ടിക്കും. കേരള രാഷ്ട്രീയത്തിൽ അൻവറിന് ഒരു മേൽവിലാസവും ഇല്ല. മേൽവിലാസം ഇല്ല? മേൽവിലാസവും അക്കൗണ്ട് നമ്പറും റേഷൻ കാർഡിലെ പേര് വരെ വെച്ചിട്ടാണ് തോന്നുന്നു. മൂപ്പര് ഒരു വീഡിയോ ഇറക്കിണ്ട്. മാസം എന്ന് പറഞ്ഞാൽ കൊല്ല മാസം സാധനം. നിങ്ങൾക്കൊക്കെ കഴിയുന്ന വിധം നിലമ്പൂരിലെ വോട്ടർമാർ ഒരു 10 രൂപ മാനസിക ധാർമ്മിക പിന്തുണ അർപ്പിക്കാൻ വെറും 10 രൂപ അല്ലെങ്കിൽ 1 രൂപ വെച്ചിട്ട് നിലമ്പൂരിലെ വോട്ടർമാർ ഈ അക്കൗണ്ടിലേക്ക് അയക്കണം. കാശ് ചോദിക്കണത് എന്താ? മാസല്ലേ? കാര്യം 12 കോടിയുടെ ആസ്തി ഉണ്ടെങ്കിലും ജനങ്ങളുടെ കാര്യം വരുമ്പോൾ ജനങ്ങളുടെ കാശ് എടുക്കണത് തന്നെയാണ് നല്ലത്. അൻവർ മാമനോടൊന്നും തോന്നല്ലേ കയ്യിൽ 5 പൈസ ഇല്ലായിട്ടാണേ. മത്സരിക്കാൻ ഞാനുണ്ട്. മത്സരിക്കാൻ 5 പൈസ ഇല്ല. അങ്ങനെ സമാഹരിച്ച് തരാനുള്ള ആൾക്കാരൊന്നും എനിക്കില്ല. നാട്ടുകാരോട് പൈസ ചോദിച്ചാൽ അൻവറേട്ടൻ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും പിന്നെ ആ കാശ് നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? ധാർമ്മിക പിന്തുണ അർപ്പിക്കാൻ വെറും 10 രൂപ അല്ലെങ്കിൽ 1 രൂപ വെച്ചിട്ട് നിലമ്പൂരിലെ വോട്ടർമാർ ഈ അക്കൗണ്ടിലേക്ക് അയക്കണം. അത് പണത്തിന് വേണ്ടിയല്ല, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. അമ്പൂക്കാന്റെ സമാധാനത്തിന് എന്തിനാ ഞങ്ങള് കാശ് തരുന്നത്? ആ, കാശ് തരാം, സമാധാനത്തിന് വേണ്ടി തന്നെ കാശ് തരാം. അമ്പൂക്കാന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ട്. അങ്ങനെങ്കിലും കുറച്ച് സൗകര്യം തായ അൻവറേട്ടാ. പാവം ആഭ്യന്തര വകുപ്പും വനം വകുപ്പും സ്വപ്നം കണ്ടിരിക്കുന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. സഹിക്കന്നെ, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? പുള്ളിയുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം ആരെങ്കിലും ഒന്ന് സാധിച്ചു കൊടുക്കും. പ്ലീസ്, അറ്റ്ലീസ്റ്റ് BD സതീശനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണ കാര്യത്തിലെങ്കിലും. അൻവർ കുറേ ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലൊരു ഡിമാൻഡ് ഞങ്ങൾ നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ്, ഞങ്ങൾ നടപ്പാക്കും. VD സതീശൻ അവരുടെ UDFിൻ്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ മാറ്റും. ഒരു സംശയം വേണ്ട, അദ്ദേഹത്തെ ഭരണകക്ഷി നേതാവാക്കി ഞങ്ങൾ അവിടെ ഇരുത്തും. നിങ്ങൾക്ക് എല്ലാവർക്കും PV അൻവർ കേൾക്കുമ്പോൾ പുച്ഛവും പരിഹാസമായിരിക്കും. പക്ഷെ മൂപ്പർക്ക് കിട്ടുന്ന സപ്പോർട്ട് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടാൻ നിൽക്കണ്ടേട്ടാ. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപാളയത്തെ വെട്ടിലാക്കി നിലമ്പൂർ നഗരസഭ ഇടത് കൗൺസിലർ തൃണമൂൽ കോൺഗ്രസിലേക്ക്. അൻവർ ഉന്നയിക്കുന്ന അടിസ്ഥാനമായ കാര്യങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള ഓരോ പ്രശ്നങ്ങളും ഇഷ്യൂസുകളാണ്. അപ്പം അൻവറിനെ പിന്തുണക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് അൻവറിനെ പിന്തുണക്കുക. അൻവർ പാർട്ടിയിൽ നമ്മളെല്ലാ പ്രവർത്തകരും കൂടി ഇന്ന് ലയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാര്യം ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ അൻവറേട്ടൻ ഇപ്പോഴും തൃണമൂൽ കോൺഗ്രസിലുണ്ടാ? അല്ല, തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന് അൻവറേട്ടനെ പറ്റി നല്ല അഭിപ്രായമാണ്. അതുകൊണ്ട് ചോദിച്ചതാ. PV അൻവറിനെ അയോഗ്യനാക്കാനുള്ള നിയമപരമായ നടപടികളും പോരാട്ടങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടേക്ക് തന്നെയാണ് ഇസ്മയിലിക്ക നിങ്ങൾ ഇടതുപാളയത്തിന് പെട്ടിയും കിടക്കെടുത്ത് പോകുന്നത്. നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ഭാരവാഹികളും പ്രവർത്തകരും അടങ്ങുന്ന ഒരു ടീം ഇന്നു മുതൽ അൻവറിന്റെ കൂടെ പ്രവർത്തിക്കാനും അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാനും തീരുമാനിച്ചു. ആയിക്കോട്ടെ, ഓൾ ദി ബെസ്റ്റ്. അൻവറേട്ടനെ തന്നെ ഇവിടുത്തെ തൃണമൂൽ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. പിന്നെ ഇങ്ങനെ പിന്നാലെ പോണത് നിങ്ങൾ ഇവര് കൂടെ കൂട്ടുമെന്തോ? ഇവര് പറയുന്നത് ഇലയും പൂവും എന്നാ. ഇത് പുല്ല് പുഷ്പിച്ച് നിൽക്കുന്ന പുല്ലും പൂവും ചിഹ്നമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ. അതുപോലും അൻവറിനും അറിയില്ല, ഒപ്പമുള്ളവർക്കും അറിയില്ല. തൃണമൂലിന്റെ രാഷ്ട്രീയം പോലും ഇയാൾക്ക് അറിയില്ല. തെരഞ്ഞെടുപ്പിൽ അൻവറേട്ടന് പൂവുമില്ല, ഒരു പുല്ലുമില്ല. കത്രികയാണ് അൻവറേട്ടന്റെ ചിഹ്നം. ഇതിപ്പോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അൻവറേട്ടന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മൂപ്പരാരെങ്കിലും കത്രിക പൂട്ടിട്ട് പൂട്ടോ അതോ പുള്ളീനാരെങ്കിലും കത്രിക പൂട്ടിട്ട് പൂട്ടോന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.